എക്സ്പോഷർ ട്രയാങ്കിളിൽ മൂന്നാമതായിട്ട് വരുന്ന ഒരു ഘടകമാണ് ISO. ISO എന്നത് ഒരു പ്രത്യേകിച്ച് തൊട്ട് കാണിക്കാൻ പറ്റാത്ത ഒരു വസ്തു ആയതിനാൽ അല്ലെങ്കിൽ ഒരു സെറ്റിംഗ്സ് മാത്രമായതിനാൽ അത് എവിടെയാണോ സെറ്റ് ചെയ്യുന്നത് ആ ഭാഗത്തെക്കുറിച്ച് വിശദീകരിക്കാതെ ISO എന്താണെന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ സെഷനിൽ ഞാൻ വിശദീകരിക്കാൻ പോകുന്നത് സെൻസറിനെ കുറിച്ചാണ്. എന്താണ് സെൻസർ? ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നത് പോലെ ഒരു SLRൽ പ്രകാശം ലെൻസിലൂടെ കടന്നു വന്ന് അതിനെ അപ്പർച്ചർ നിയന്ത്രിച്ച് ഷട്ടറിലൂടെ കടന്നു വരുമ്പോൾ അതിൻ്റെ സമയവും കൂടി തീരുമാനിച്ച് അതിനുശേഷമാണ് സെൻസറിലേക്ക് വന്ന് പതിയുന്നത്. അതായത് ഏറ്റവും അവസാനമാണ് സെൻസറിൽ പ്രകാശം പതിയുന്നത്. ഒരു നിശ്ചിത സമയത്തേക്ക് ഒരു നിശ്ചിത ക്വാണ്ടിറ്റി ഓഫ് ലൈറ്റാണ് സെൻസറിലേക്ക് പതിക്കുക. എങ്കിൽ കൂടി സെൻസറിന് താങ്ങാൻ പറ്റുന്നതിൽ കൂടുതൽ പ്രകാശം അവിടെയും വരാൻ സാധ്യതയുണ്ട്. അതുമല്ലെങ്കിൽ സെൻസറിന് ആവശ്യമുള്ള മിനിമം പ്രകാശം പോലും വരാത്ത ഒരവസ്ഥയും ഉണ്ടാകാറുണ്ട്. ഇത്രയൊക്കെ ഫൈൻ ട്യൂൺ ചെയ്തു വരുന്ന പ്രകാശം, അതായത് ഞാൻ ഉദ്ദേശിച്ചത് അപ്പർച്ചറിലൂടെ ക്വാണ്ടിറ്റി നിയന്ത്രിക്കപ്പെട്ട് ഷട്ടറിലൂടെ സമയം നിയന്ത്രിക്കപ്പെട്ട് വരുന്ന പ്രകാശം ആണെങ്കിൽ കൂടി സെൻസറിന് അതിൻ്റെ റേഞ്ചിന് പാകമാകാത്ത രീതിയിലായിട്ട് വരാറുണ്ട്. അപ്പോൾ ഈ ഒരു പ്രകാശത്തെ പിന്നീട് നിയന്ത്രിക്കാൻ സെൻസറിൻ്റെ മുന്നിൽ വേറെ വഴികളില്ല. അതുകൊണ്ട് തന്നെ സെൻസറിന് അതിൻ്റെ പ്രകാശത്തെ റീഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ എത്ര യൂണിറ്റ് ലൈറ്റാണ് വന്ന് പതിക്കുന്നത് എന്ന് റീഡ് ചെയ്യാനുള്ള ആ കഴിവിൽ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു റേഞ്ചിൽ മാറ്റം വരുത്തുകയാണെങ്കിൽ എത്ര വ്യത്യാസമുള്ള ലൈറ്റ് വന്നാലും അതിന് കൃത്യമായിട്ടും വായിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ സെൻസറിൻ്റെ ഈ ഒരു ക്വാളിറ്റി എന്താണ് എന്ന് മനസ്സിലാവണമെങ്കിൽ വ്യക്തമായിട്ടും സെൻസർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിരിക്കണം. നമുക്ക് സെൻസറിനെ കുറിച്ച് ഒരല്പം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. നിങ്ങളുടെ കയ്യിലുള്ള ക്യാമറ ഒരു പക്ഷേ നിങ്ങൾ വാങ്ങിച്ചതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയതായിരിക്കാം, അതോ അല്ലെങ്കിൽ നിങ്ങൾ തൽക്കാലത്തേക്ക് ആരുടേതെങ്കിലും വായ്പയായിട്ട് വാങ്ങിച്ചതായിരിക്കാം. എങ്ങനെയായാലും നിങ്ങളുടെ കയ്യിലുള്ള ക്യാമറ, ആ ക്യാമറ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചൊരു ഘടകം ഉണ്ടാവും, മെഗാ പിക്സൽ. ചിലപ്പോൾ 10 മെഗാ പിക്സൽ ആവാം, ചിലപ്പോൾ 20 ആവാം, 30 ആവാം, 40 ആവാം, 50 ആവാം. എത്ര മെഗാ പിക്സൽ ഉണ്ട് എന്നുള്ളത് നിങ്ങളെ പ്രധാനമായിട്ടും ആകർഷിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് അറിവുള്ള ആൾക്കാർ നിങ്ങളോട് മെഗാ പിക്സൽ കൂടുതലുള്ള ക്യാമറ വാങ്ങിക്കാൻ നിർബന്ധിച്ചിട്ടുണ്ടാവും. അതുമല്ലെങ്കിൽ ക്യാമറ സ്റ്റോറിലുള്ള ആൾക്കാർ മെഗാ പിക്സൽ കൂടുതലുണ്ട് എന്നൊരു കാരണത്താൽ നിങ്ങൾക്ക് ആ ക്യാമറ അടിച്ചേൽപ്പിച്ചിട്ടുണ്ടാവും. ഏതു തന്നെയായാലും ഈ മെഗാ പിക്സൽ എന്താണ് എന്നൊരു ധാരണയോട് കൂടിയാണ് നിങ്ങൾ വാങ്ങിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഇനി പറയാൻ പോകുന്ന സെഷൻ വളരെ എളുപ്പമുള്ളതായിരിക്കും. ഇനി നിങ്ങൾ മെഗാ പിക്സൽ എന്ന ആ ഒരു വാക്കുകൊണ്ട് താല്പര്യപ്പെട്ട് ആ ക്യാമറ വാങ്ങിച്ച ഒരാളാണെങ്കിൽ നിങ്ങൾ വ്യക്തമായിട്ടും നിങ്ങൾ അന്ന് കേട്ട മെഗാ പിക്സൽ എന്താണ് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അടുത്ത സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് പിക്സൽ, മെഗാ പിക്സൽ അഥവാ സെൻസർ.